Hello friends, welcome to eureka. നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ അറേയും അറേലിസ്റ്റും തമ്മിലുള്ള ഡിഫറൻസസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ഡിഫറൻസ് എന്താണ്? അറേ എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ഇൻ സൈസ് ആണ്. ഓക്കെ, അറേ ലിസ്റ്റ് എന്ന് പറയുന്നത് ഡൈനാമിക് ഇൻ സൈസ് ആണ്. സ്റ്റാറ്റിക് എന്ന് വെച്ചാൽ അതൊരു സ്ഥിരമായിട്ടുള്ള എന്നാണ് അതിന്റെ മീനിങ്. അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഡൈനാമിക്. അതായത് അറേ നമ്മളിപ്പോൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഒരു സൈസ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ 10 എന്നാണ് നമ്മൾ സൈസ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് 10 എലമെന്റ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. 11ാമത്തെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ അറേ വലുതായിട്ട് ആ 11ാമത്തെ എലമെന്റിനെ കയറ്റത്തൊന്നും ഇല്ലല്ലോ. കറക്റ്റ് 10 ആവുമ്പോൾ നിർത്തും. 11ാമത്തെ ആവുമ്പോൾ ഇൻസേർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ അതൊരു എക്സെപ്ഷൻ ത്രോ ചെയ്യത്തേ ഉള്ളൂ. ശരിയല്ലേ? പക്ഷെ അറേ ലിസ്റ്റ് എന്ന് പറയുന്നത് ഡൈനാമിക് ആണ്. അതായത് നമ്മളിപ്പോൾ എലമെന്റ്സിനെ ഇപ്പം അറേ ലിസ്റ്റിൽ നമുക്ക് വേണമെങ്കിൽ സൈസ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. ഡിക്ലെയർ ചെയ്യുമ്പോൾ സ്പെസിഫൈ ചെയ്യാതെ ഇരിക്കാം. ഇപ്പൊ നിങ്ങൾ 10 സൈസുള്ള ഒരു അറേ ലിസ്റ്റ് ആണ് കൊടുത്തെങ്കിൽ 11ാമത്തെ എലമെന്റ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഗ്രോ ചെയ്ത് ആ 11ാമത്തെ ഇൻസേർട്ട് ചെയ്യും. പിടികിട്ടിയല്ലോ? അപ്പൊ അതെങ്ങനെയാണെന്ന് കാണിക്കാം. ഇപ്പൊ ഇതാ ഞാൻ അറേസ് എന്ന് പറഞ്ഞ ഒരു ക്ലാസ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ സാധാരണ അറേ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത്? ഇന്റ് അറേ നെയിം എന്നുള്ളത് ഈക്വൽ ടു ന്യൂ ഇന്റ് ഓഫ്, ഇവിടെ നമ്മൾ സൈസ് പറഞ്ഞു കൊടുക്കും അല്ലെ. സൈസ് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല, അവിടെ എറർ വരത്തേ ഉള്ളൂ. അപ്പൊ നമ്മൾ 10 സൈസുള്ള ഒരു അറേ കൊടുത്തു. എന്നിട്ട് എങ്ങനെയാണ് ഇതിനകത്തോട്ട് എലമെന്റ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക? അറേ ഓഫ് 0ക്കകത്തോട്ട് ഇപ്പൊ ഇന്റിജർ അല്ലേ, ഞാൻ 11 കൊടുക്കുകയാണ്. അറേ ഓഫ് 1നകത്ത് ഞാൻ 12 കൊടുക്കുകയാണ്. അങ്ങനെ എത്ര വരെ ഇൻസേർട്ട് ചെയ്യാം? 9th ഇൻഡെക്സ് വരെ ഇൻസേർട്ട് ചെയ്യാം. 0 തൊട്ട് തുടങ്ങിയോണ്ടാണ് 9th ഇൻഡെക്സ് വരെ. 1 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിൽ 10ാമത്തെ വരെ കൊടുക്കാൻ പറ്റിയേനെ. ഓക്കെ, 0 to 9 എന്ന് പറയുമ്പോൾ 10 എലമെന്റ്സ് ആയല്ലോ. ഇവിടെ ഞാൻ കൊടുക്കുകയാണ് 121. ഓക്കെ, അപ്പൊ ലാസ്റ്റ് ഇൻഡെക്സ് വരെ ഞാൻ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാനിപ്പോ ഓർക്കാതെ 10 അല്ലേ സൈസ് കൊടുത്തേ, അപ്പൊ 10ാമത്തെ ഇൻഡെക്സിലോട്ട് അടുത്ത ഒരു എലമെന്റ് കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. എന്നിട്ട് ഈ ലാസ്റ്റ് ഇൻഡെക്സ് ഞാൻ പ്രിന്റ് ചെയ്യാണ്. സിസ് ഔട്ട് അറേ ഓഫ് 10 എന്ന് പ്രിന്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നമ്മളിത് പ്രിന്റ് ചെയ്യുമ്പോൾ run as java application the array index out of bounds exception വരും 10th ലൈനിൽ. ദാ ഇവിടെ കാരണം എന്താണ്? അറേയുടെ സൈസ് 10 ആണ്. ഓക്കെ, 10 എലമെന്റ്സ് വരെ ഞാൻ ഇൻസേർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. 11th എലമെന്റ് ഇൻസേർട്ട് ചെയ്യാൻ കൊടുത്തപ്പോഴത്തേക്കും എക്സെപ്ഷൻ. കാരണം എന്താണ്? അറേയുടെ സൈസ് ഫിക്സഡ് ആണ്, നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റില്ല. ഇപ്പൊ മാറ്റി ഇപ്പൊ നമുക്ക് ഇവിടെ കൊടുക്കാം. ഇവിടെ 11 ആക്കിയിട്ട് ഒന്നുകൂടെ റൺ ചെയ്താൽ അതിന്റെ എക്സെപ്ഷൻ മാറും. പക്ഷെ അങ്ങനെയല്ല, എലമെന്റ് അടുത്തത് വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഗ്രോ ചെയ്യില്ല എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, പക്ഷെ അറേ ലിസ്റ്റിൽ നമ്മൾ വരുമ്പോൾ നമ്മൾ കൊടുക്കുകയാണ് അറേ ലിസ്റ്റ്. എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത്? അറേ ലിസ്റ്റിന്റെ ടൈപ്പ് ഞാൻ കൊടുക്കുകയാണ് സ്ട്രിങ്. ഓക്കെ, സ്ട്രിങ് ഡേറ്റ ടൈപ്പ് ഉള്ള ഒരു അറേ ലിസ്റ്റ് കൊടുക്കുകയാണ്. എന്നിട്ട് എന്തെങ്കിലും ഒരു പേര്, എൻ്റെ അറേ ലിസ്റ്റിന്റെ പേര് ലിസ്റ്റ് എന്നാണ്. ഓക്കെ, ന്യൂ അറേ ലിസ്റ്റ് എന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് അതുപോലെ തന്നെ ഒരു ഓപ്പണിംഗ് ക്ലോസിംഗ് ബ്രാക്കറ്റ് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ബ്രേസസ് കൊടുക്കുക. ഇങ്ങനെയാണ് ഇത് ഡിക്ലെയർ ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ഇപ്പൊ എന്റെ ടൈപ്പ് സ്ട്രിങ് ആണല്ലോ, അപ്പൊ ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാണ്. ലിസ്റ്റ് ഡോട്ട് ആഡ് ഓഫ് എ എന്ന് കൊടുക്കുകയാണ്. ഇനി ലിസ്റ്റ് ഡോട്ട് ഇങ്ങനെ എത്ര വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. ഡോട്ട് ആഡ് കൊടുത്തിട്ട് ഇങ്ങനെ അസൈൻമെന്റ് ഓപ്പറേറ്റർ ഒന്നും വേണ്ട, നമ്മൾ അതിന്റെ പേര് ഡോട്ട് ആഡ് ഓഫ് എന്താണോ നമുക്ക് എലമെന്റ്. ഇപ്പൊ നമ്മൾ ഇന്റിജർ ആണ് ഡിക്ലെയർ ചെയ്തെങ്കിൽ ഇന്റിജർ കൊടുത്താൽ മതിയായിരുന്നു. ഇപ്പൊ എന്റെ ഡേറ്റ ടൈപ്പ് സ്ട്രിങ് ആയതുകൊണ്ടാണ്. ഇപ്പൊ ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് സൈസ് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, പറഞ്ഞാലും കുഴപ്പമില്ല, പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ സൈസ് കൊടുത്തു 2 ആണ് സൈസ് കൊടുത്തതെന്ന് വിചാരിക്കാം. ഇപ്പൊ 2 എലമെന്റ് ഞാൻ ഓൾറെഡി ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ 2 എണ്ണം കൂടെ കൊടുക്കുകയാണ്. ലിസ്റ്റ് ഡോട്ട് ആഡ് ഓഫ് എ കൊടുത്തു. ഓക്കെ, ഇനി ഒരു എലമെന്റ് കൂടെ കൊടുക്കുകയാണ്. ലിസ്റ്റ് ഡോട്ട് ആഡ് ഓഫ് ബി കൊടുക്കുകയാണ്. ഇനി ഞാനിത് പ്രിന്റ് ചെയ്യാൻ നോക്കുകയാണ്. സിസ് ഔട്ട് വെച്ചിട്ട് ജസ്റ്റ് ഐട്രേറ്റ് ചെയ്യൊന്നും വേണ്ട, ആ ലിസ്റ്റിന്റെ പേര്, അറേ ലിസ്റ്റിന്റെ പേരെന്താണോ അത് പ്രിന്റ് ചെയ്ത് നോക്കിയാൽ മതി. ഇനി നമ്മളിത് റൺ ചെയ്യുമ്പോൾ എ ബി ബി എന്തൊക്കെ ഇൻസേർട്ട് ചെയ്തോ അതെല്ലാം വന്നു. പക്ഷെ ഞാനിവിടെ സൈസ് കൊടുത്ത എത്രയാണ്? 2. അപ്പൊ എന്താണ്? ഇത് ഡൈനാമിക് ആണ്. അതായത് 2 കൊടുത്തുള്ളെങ്കിലും വീണ്ടും എലമെന്റ് ഇൻസേർട്ട് ചെയ്യുന്നതിനനുസരിച്ച് ആ അറേ ലിസ്റ്റ് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും. പിടികിട്ടിയല്ലോ? ഇവിടെ ഇപ്പൊ സൈസ് കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല, അങ്ങനെ കൊടുക്കാറുമില്ല. ഞാൻ ഇത് ഡൈനാമിക് എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കാൻ വേണ്ടി ചെയ്തതേ ഉള്ളൂ. ഓക്കെ, ഇനിയിപ്പൊ ഇത് മാറ്റിയാലും ഇവിടെ എറർ ഒന്നും വരത്തില്ല. നമ്മൾ വീണ്ടും റൺ ചെയ്യുമ്പോൾ ഇത്ര എലമെന്റ്സ് തന്നെ വരും. പിടികിട്ടിയല്ലോ? ഇനി രണ്ടാമത്തെ ഡിഫറൻസ് എന്ന് വെച്ചാൽ അറേ എന്ന് പറയുന്നത് ഫിക്സഡ് ലെങ്ത് ഡേറ്റ സ്ട്രക്ചർ ആണ്. അത് പിടികിട്ടിയല്ലോ? ഫിക്സഡ് ലെങ്ത് ആണ്. അറേ ലിസ്റ്റ് എന്ന് പറയുന്നത് വേരിയബിൾ ലെങ്ത് ആണ്. നമുക്ക് ഫിക്സഡ് ലെങ്ത് എന്ന് പറയുമ്പോൾ അതിന്റെ സൈസ് ഫിക്സഡ് ആണ് അറേയുടെ. അറേ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ വേരിയബിൾ ലെങ്ത് ആണ്. അതായത് ആവശ്യമുള്ളപ്പോൾ അത് റീസൈസ് ആയിക്കൊണ്ടിരിക്കും.
പിന്നെ എലമെന്റിനെ റിമൂവ് ചെയ്യുമ്പോൾ ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട്. അറേ ലിസ്റ്റിനകത്ത് ഇപ്പൊ 4 എലമെന്റ് അല്ലേ കിടക്കുന്നത്. ഇനി ഇതിനകത്ത് നിന്ന് ഒരു എലമെന്റിനെ നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് അത് ഡോട്ട് റിമൂവ് എന്ന് കൊടുത്താൽ മതി. ഇങ്ങനൊരു ഫെസിലിറ്റി നമുക്ക് അറേസിനകത്തില്ല, അറേ ലിസ്റ്റിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, റിമൂവ് ഓഫ് ഏത് ഇൻഡെക്സിലാണ് റിമൂവ് ചെയ്യേണ്ടത്. ഇപ്പൊ നിങ്ങൾക്ക് 0th ഇൻഡെക്സിലെ റിമൂവ് ചെയ്യണമെങ്കിൽ 0 എന്ന് കൊടുത്താൽ മതി. ഇപ്പൊ എനിക്ക് സെക്കൻഡ് ഇൻഡെക്സിലാണ് റിമൂവ് ചെയ്യേണ്ടത്. അപ്പൊ സെക്കൻഡ് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ ഇത് 0, 1, 2 അല്ലെ. സെക്കൻഡ് ഇൻഡെക്സിൽ കിടക്കുന്ന എ ആണ്. ആ എ റിമൂവ് ആവും. അപ്പൊ നമുക്ക് ഇതൊന്നുകൂടെ ഒന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പൊ ദാ എ റിമൂവ് ആയി. എ, ബി, ബി ബി പിടികിട്ടിയല്ലോ. അപ്പൊ എന്താണ്, ഇത് വീണ്ടും റീസൈസ് ആയി. എലമെന്റ് റിമൂവ് ചെയ്തപ്പോ അറേയുടെ സൈസ് മുമ്പേ അത് വലുതായി, ഇപ്പൊ വീണ്ടും ചുരുങ്ങി. പിടികിട്ടിയല്ലോ. ഇനി എന്താണ് നെക്സ്റ്റ് പെക്യുലാരിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാല് ഇറ്റ് ഈസ് മാൻഡേറ്ററി ടു പ്രൊവൈഡ് സൈസ് ഓഫ് അറേ വൈൽ ഇനിഷ്യലൈസിംഗ് ഇറ്റ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. അതായത് അറേ എപ്പോഴും ഡിക്ലെയർ ചെയ്യുമ്പോൾ നമ്മൾ അറേയുടെ സൈസ് മാൻഡേറ്ററി ആയിട്ട് പറഞ്ഞു കൊടുക്കണം. അതായത് ഇപ്പൊ നമ്മൾ ഇവിടെ സൈസ് പറഞ്ഞു കൊടുത്തില്ല എന്ന് വിചാരിക്കുക, അതൊരു എററേ കാണിക്കത്തുള്ളൂ. കാരണം അവിടെ എന്തെങ്കിലും വാല്യൂ കൊടുത്ത് ഇനിഷ്യലൈസ് ചെയ്യാനായിരിക്കും പറയുന്നത്. പിടികിട്ടിയല്ലോ. അപ്പൊ അത് കൊടുക്കുക. അപ്പൊ അറേ ലിസ്റ്റിന്റെ എന്തായിരിക്കും, വി ക്യാൻ ക്രിയേറ്റ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് അറേ ലിസ്റ്റ് വിത്തൗട്ട് സ്പെസിഫൈങ് ഇറ്റ് സൈസ്. ജാവ ക്രിയേറ്റ്സ് അറേ ലിസ്റ്റ് ഓഫ് ഡിഫോൾട്ട് സൈസ്. അതായത് അറേ ലിസ്റ്റിന് നമ്മൾ സൈസ് കൊടുത്താലും കുഴപ്പമില്ല, കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പിടികിട്ടിയല്ലോ. അത് നമ്മൾ എലമെന്റ് ആഡ് ചെയ്യുന്നതിനനുസരിച്ച് അതിന്റെ ഒരു ഡിഫോൾട്ട് സൈസ് സെറ്റ് ആവും. പിടികിട്ടിയല്ലോ. ഇനി നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് അറേയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇറ്റ് പെർഫോംസ് ഫാസ്റ്റ് ഇൻ കമ്പാരിസൺ ടു അറേ ലിസ്റ്റ് ബിക്കോസ് ഓഫ് ഫിക്സഡ് സൈസ്. അതായത് അറേ ലിസ്റ്റിനേക്കാളും അറേക്കുള്ള ഏക ബെനിഫിറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ചുകൂടെ ഫാസ്റ്റ് ആണ്. അതായത് ഇപ്പോൾ നമ്മൾ ഫിക്സഡ് സൈസ് പറഞ്ഞു കൊടുത്തിരിക്കുന്നതുകൊണ്ട് അതിൽ ഐട്രേറ്റ് ചെയ്യാനും സോർട്ട് ചെയ്യാനും ഒക്കെ ഈസി ആയിരിക്കും. പക്ഷെ മറ്റേതെന്ന് പറയുന്നത് വേരിയബിൾ ലെങ്ത് അല്ലേ. അപ്പൊ കുറച്ച് എലമെന്റിനെ ആഡ് ചെയ്ത് പിന്നെ റിമൂവ് ചെയ്ത് പിന്നെ ആഡ് ചെയ്ത് അങ്ങനെ പല രീതിയിൽ നിൽക്കുന്നത് കൊണ്ട് അതിനകത്തൂടെയുള്ള ഒരു ഓപ്പറേഷൻ, അതായത് പെർഫോമൻസ് അത് സ്ലോ ഡൗൺ ചെയ്യും. പിടികിട്ടിയല്ലോ. അതാണ് അറേ കമ്പയർ ചെയ്ത് അറേ ലിസ്റ്റിനെ കമ്പയർ ചെയ്ത് അറേക്ക് ആകെയുള്ള ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ കമ്പാരിസണിൽ കുറച്ച് അതിന്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഫാസ്റ്റ് ആണ്. ഓക്കെ, ഇനി അടുത്ത പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ an array can store both objects and primitives type. Array list എന്ന് വെച്ചാൽ we cannot store primitive type in array list. It automatically converts primitive type to object. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അറേയിൽ നമുക്ക് പ്രിമിറ്റീവ്സ് കൊടുക്കാൻ പറ്റും, അറേ ലിസ്റ്റിൽ അത് പറ്റില്ല എന്നാ പറയുന്നത്. പ്രിമിറ്റീവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്റ്, ക്യാർ, ഡബിൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളിതാ ഇവിടെ അറേ ഡിക്ലെയർ ചെയ്യാൻ നേരത്തെ നമ്മൾ ഇന്റ് എന്ന് കൊടുത്തല്ലോ. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഡബിൾ ആണെങ്കിൽ ഇവിടെ ഡബിൾ എന്ന് കൊടുക്കാം. എന്നിട്ട് ഇവിടെ എറർ കാണിക്കുന്നത് ഡബിൾ കൊടുക്കാത്തതുകൊണ്ടാണ്. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ കൊടുക്കാം. പിടികിട്ടിയല്ലോ. അങ്ങനെ ക്യാർ കൊടുക്കാം, എന്ത് വേണമെങ്കിലും കൊടുക്കാം. പക്ഷേ അറേ ലിസ്റ്റിൽ വന്നിട്ട് നമ്മുടെ പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്സ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഇപ്പൊ ഇവിടെ വന്നിട്ട് നമുക്ക് ഇൻഡെന്ന് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, അതൊരു എറർ കാണിക്കും. അതുപോലെ തന്നെ ക്യാർ കൊടുക്കാൻ പറ്റില്ല. പിടികിട്ടിയല്ലോ. ഇൻഡും ക്യാറും ഡബിളും ഒക്കെ പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്സ് ആണ്, അത് കൊടുക്കാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഇനിയിപ്പം നിങ്ങൾ വിചാരിക്കും ഇൻഡ് പിന്നെ എങ്ങനെ കൊടുക്കുന്നു, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇൻറ്റിജറിന് തന്നെ കൊടുക്കണം. പിടികിട്ടിയല്ലോ. ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. ഇനി ഇപ്പൊ ഇത് എറർ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇൻറ്റിജർ കൊടുത്തിട്ട് ഇവിടെ സ്ട്രിങ് ആഡ് ചെയ്തുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് സ്ട്രിങ്, ഇത് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് തിരിച്ച് സ്ട്രിങ് എന്ന് തന്നെ കൊടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്സ് അറേ ലിസ്റ്റിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല. ഇൻറ്റിന് പകരം ഇൻറ്റിജർ, അതായത് പുതിയ രീതിയിലുള്ളത് മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് വി ക്യാൻ യൂസ് ഫോർ ലൂപ്പ് ഓർ ഫോർ ഈച്ച് ലൂപ്പ് ടു ഐട്രേറ്റ് ഓവർ അറേ. പിന്നെ അറേ ലിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ക്യാൻ യൂസ് ഐട്രേറ്റർ ടു ഐട്രേറ്റ് ഓവർ അറേ ലിസ്റ്റ്. അതായത് നമുക്കിപ്പോൾ ഫോർ ലൂപ്പ് അറേ കൂടെ ഐട്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോർ ലൂപ്പ് വെച്ച് യൂസ് ചെയ്യാം. ഇപ്പൊ ഇത് അസൈൻമെന്റ് ഓപ്പറേറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഇത് അസൈൻ ചെയ്തത് അല്ലേ. നമുക്ക് ഫോർ ലൂപ്പ് വെച്ച് വേണമെങ്കിൽ എലമെന്റ് ഇൻസേർട്ട് ചെയ്യാമല്ലോ. അതായത് ഓരോ ഇൻഡെക്സ് എടുത്തിട്ട് ഫോർ ലൂപ്പ് വെച്ച് എലമെന്റ് ഇൻസേർട്ട് ചെയ്യാം, ഫോർ ലൂപ്പ് വെച്ച് സോർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ഈ അറേ കൂടെ ഐട്രേറ്റ് ചെയ്യണമെങ്കിൽ ഫോർ ലൂപ്പ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ. ശരിയല്ലേ. നമ്മൾ എങ്ങനെയാണ് സാധാരണ എടുക്കുക? ഇപ്പൊ ഫോർ ഇൻറ്റ് I equal to 0, I less than array dot length I plus plus ഇങ്ങനല്ലേ കൊടുക്കുക. എന്നിട്ട് ഇപ്പൊ നമുക്ക് എലമെന്റ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഫോർ ലൂപ്പ് വെച്ച് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ array of I എന്ന് പറയുമ്പോൾ ഇപ്പൊ സ്കാനറിന്റെ ഒബ്ജക്റ്റ് ഡോട്ട് നെക്സ്റ്റിന്റെ അങ്ങനെയാണ് കൊടുക്കുക. ഇപ്പൊ യൂസറുടെ കയ്യിൽ നിന്ന് നമ്മൾ എലമെന്റ് വാങ്ങിക്കാന്ന് വിചാരിക്കാം. അപ്പൊ ഇവിടെ ജസ്റ്റ് ഒരു കാര്യം കൂടെ കൊടുക്കണം, എൻ്റർ എലമെന്റ്സ് എന്ന് കൊടുക്കണം. എന്നിട്ട് സ്കാനറിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. സ്കാനർ എസ് ഈക്വൽ ടു ന്യൂ സ്കാനർ സിസ്റ്റം ഡോട്ട് IN എന്ന് കൊടുക്കാം. എന്നിട്ട് എങ്ങനെയാണ് ഇവിടെ വന്നിട്ട് സ്കാനറിന്റെ ഒബ്ജക്റ്റ് ഡോട്ട് നെക്സ്റ്റ് ഇൻറ്റ്. ഇൻറ്റിജർ അറേ ആയതുകൊണ്ട്
നെക്സ്റ്റ് ഇൻഡ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെയാണ് അറേ കൂടെ ഐട്രേറ്റ് ചെയ്യുന്നത്. ശരിയല്ലേ? അപ്പൊ ഇതെന്താ ചെയ്യുന്നത്? അപ്പൊ നമുക്ക് 100 സൈസ് ഉള്ള, ഇപ്പൊ 100 എണ്ണം നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തോണ്ടിരിക്കേണ്ടി വരും. അപ്പൊ ഇത് ഞാൻ 10 ആക്കി കൊടുക്കുകയാണ്. എന്നിട്ട് 10 സൈസ് ഉള്ള ഒരു അറേയിൽ നമുക്ക് ഈ എലമെന്റ്സിനെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. എന്നിട്ട് ഈ ഫോർ ലൂപ്പ് വെച്ച് തന്നെ നമുക്ക് വേണേൽ പ്രിന്റ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ഇനി അറേ ലിസ്റ്റ് എങ്ങനെയാണ്? ഇത് പ്രിന്റ് ചെയ്ത് കാണിക്കണോ? ഞാൻ കാണിക്കണമെങ്കിൽ ജസ്റ്റ് വീണ്ടും ഒരു ഫോർ ലൂപ്പ് കൊടുക്കണം സസ് ഔട്ടിനകത്ത്. കാരണം എന്താ, മറ്റേ എലമെന്റ്സ് മേടിക്കാനുള്ളതല്ലേ. ഇനി മേടിച്ചു കഴിഞ്ഞല്ലേ ഇത് പ്രിന്റ് ചെയ്ത് കാണിക്കാൻ പറ്റത്തുള്ളൂ. എലമെന്റ്സ് ആർ ഫോർ ഇൻറ്റ് I equal to 0, I less than array dot length I plus plus എന്ന് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ 10 എലമെന്റും പ്രിന്റ് ചെയ്ത് കാണിക്കാം. അറേ ഓഫ് I. ഓക്കെ, ഇതിപ്പോ അറേയുടെ എലമെന്റ് ഒറ്റ ലൈനിൽ നമുക്ക് പ്രിന്റ് ചെയ്യാം. അപ്പോൾ ഓരോ എലമെന്റ് കഴിഞ്ഞിട്ടും നമുക്കൊരു സ്പേസ് ഇട്ട് ഇത് പ്രിന്റ് ചെയ്ത് കാണിക്കാം. അപ്പം നമ്മൾ അറേസ് വർക്ക് ചെയ്യിക്കുമ്പോൾ ദ എൻ്റർ എലമെന്റ്സ് 1, 2, 9, 10. ദാ എലമെന്റ്സ് ആർ. ഇതെന്താ ഇങ്ങനെ വന്നതെന്ന് വെച്ചാൽ ഞാനിവിടെ മുമ്പേ പ്രിമിറ്റീവ്സ് സപ്പോർട്ട് ചെയ്യുന്ന കാണിക്കാൻ ഡബിൾ ആക്കി കൊടുത്തു കേട്ടോ. അപ്പൊ ഇത് ഇൻഡിജർ ആക്കി കൊടുത്താൽ പഴയതുപോലെ തന്നെ വന്നോളും. ഞാനിവിടെ തിരുത്തിയില്ല. ഇൻറ്റ് ഇനി നിങ്ങൾ എലമെന്റ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇൻഡിജർ ടൈപ്പ് തന്നെ വരും. എൻ്റർ എലമെന്റ്സ് 1, 2, 3, 10. ദാ എലമെന്റ്സ് ആർ എന്ന് പറഞ്ഞ് നമുക്ക് വന്നു. അപ്പൊ നമുക്ക് ഫോർ ലൂപ്പ് യൂസ് ചെയ്ത് ഇൻസേർട്ട് ചെയ്യോ പ്രിന്റ് ചെയ്യോ സോർട്ട് ചെയ്യോ എന്ത് വേണേ ചെയ്യാം അറേസിൽ. അപ്പൊ ഇനി നമ്മൾ അറേ ലിസ്റ്റിൽ എങ്ങനെയാണ് ഐട്രേറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പൊ അറേയിൽ പറഞ്ഞല്ലോ നമുക്ക് ഫോർ ലൂപ്പ് യൂസ് ചെയ്ത് ഐട്രേറ്റ് ചെയ്യാം. അപ്പൊ അറേ ലിസ്റ്റിലാണെങ്കിൽ നമുക്ക് 2 കാര്യങ്ങൾ യൂസ് ചെയ്യാം. ഒന്ന് ഫോർ ഈച്ച് യൂസ് ചെയ്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഐട്രേറ്റർ യൂസ് ചെയ്തും ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ 2 കാണിക്കാം. അപ്പൊ നമുക്ക് ഈ ഐട്രേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കളക്ഷൻസിൽ കൂടെ ലൂപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഐട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് ആണ് ഐട്രേറ്റർ. അപ്പൊ ഐട്രേറ്റർ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഐട്രേറ്റർ എഴുതുന്നത് ഐറ്ററേറ്റർ, എന്നിട്ട് അതിൻ്റെ ടൈപ്പ് ഏതാണെന്ന് നമ്മൾ കൊടുക്കുക. ഇപ്പം നമ്മുടെ സ്ട്രിങ് ആയിരുന്നല്ലോ, അപ്പോൾ സ്ട്രിങ്, എന്നിട്ട് അതിൻ്റെ ഒരു ഒബ്ജക്റ്റ്. ഓക്കെ, ഈക്വൽ ടു നമ്മുടെ അറേ ലിസ്റ്റിൻ്റെ പേരെന്താണ്, ലിസ്റ്റ്. ഓക്കെ, ഡോട്ട് ഐറ്ററേറ്റർ എന്ന് കൊടുക്കുക. എന്നിട്ട് അതിൽ കൂടെ ലൂപ്പ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് ഫസ്റ്റ് എലമെന്റ് മാത്രം പ്രിന്റ് ചെയ്താൽ മതിയെങ്കിൽ സിസ് ഔട്ട് ഐറ്ററേറ്ററിൻ്റെ ഒബ്ജക്റ്റ് ഇറ്റല്ലേ ഡോട്ട് നെക്സ്റ്റ് എന്ന് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യത്തെ എലമെന്റ് മാത്രം പ്രിന്റ് ചെയ്ത് കാണിക്കും. ഇത് നിങ്ങൾ റൺ ചെയ്ത് നോക്കുമ്പോൾ ആദ്യത്തെ എന്താണ്, എ. ഇതിപ്പോൾ ദാ ഈ ലിസ്റ്റ് പ്രിന്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഇത് നമുക്ക് ജസ്റ്റ് കമന്റ് ചെയ്യാം, എന്നിട്ട് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ദാ എ മാത്രം വന്നു. നമുക്കിപ്പോൾ ഫുൾ എലമെന്റ്സ് കിട്ടണ്ടേ, അതുകൊണ്ട് നമ്മൾ ഇതൊരു വൈൽ ലൂപ്പിനകത്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ വൈൽ നമ്മുടെ ഐറ്ററേറ്ററിൻ്റെ ഒബ്ജക്റ്റ് ഡോട്ട് ഹാസ് നെക്സ്റ്റ് എന്ന് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഈ ലൂപ്പിനകത്ത് നമ്മുടെ ഈ സിസ് ഔട്ട് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് എലമെന്റ്സ് പ്രിന്റ് ചെയ്തോളും. ഓക്കെ, ഇതപ്പോൾ നമ്മൾ പേസ്റ്റ് ചെയ്യുക, എന്നിട്ട് വീണ്ടും റൺ ചെയ്യുക. അപ്പോൾ നമ്മുടെ എല്ലാ എലമെന്റ്സും വന്നിട്ടുണ്ട്. പിടികിട്ടിയല്ലോ. ഇതിപ്പോൾ ഒരെണ്ണം പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ റിമൂവ് കൊടുത്തില്ലേ, അതുകൊണ്ടാണ്. അത് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ 4 എലമെന്റും വന്നോളും. ഇതാ 4 എലമെന്റും വന്നിട്ടുണ്ട്. പിടികിട്ടിയല്ലോ. ഇങ്ങനെയാണ് ഐറ്ററേറ്റർ യൂസ് ചെയ്ത് നമ്മൾ ചെയ്യുന്നത്. ജസ്റ്റ് ഐറ്ററേറ്റർ, അതിൻ്റെ ഡേറ്റ ടൈപ്പ് എന്താണ്, അതിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക, പിന്നെ ഏത് നമ്മുടെ അറേ ലിസ്റ്റിന്റെ ആ പേരെന്താണ്, ലിസ്റ്റ് എന്നല്ലേ, അത് ഡോട്ട് ഐറ്ററേറ്റർ എന്ന് കൊടുക്കുക. എന്നിട്ട് വൈൽ ലൂപ്പിനകത്ത് നെക്സ്റ്റ് പ്രിന്റ് ചെയ്താൽ മതി. ഇതാണ് ഐറ്ററേറ്റർ യൂസ് ചെയ്ത് പ്രിന്റ് ചെയ്യുന്നത്. ഇനി ഫോർ ഈച്ച് യൂസ് ചെയ്തിട്ട് വേണേലും നമുക്ക് പ്രിന്റ് ചെയ്യാം. അതെങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഫോറിനകത്ത് ഇപ്പം നമ്മുടെ സ്ട്രിങ് അല്ലേ ഡേറ്റ ടൈപ്പ്, അപ്പോൾ സ്ട്രിങ് എന്തെങ്കിലും ഒരു വേരിയബിൾ എസ്, എന്നിട്ട് കോളൻ കൊടുക്കുക, എന്നിട്ട് നമ്മുടെ അറേ ലിസ്റ്റിന്റെ പേര് കൊടുക്കുക. അതായത് നമുക്ക് ഐട്രേറ്റ് ചെയ്യേണ്ട ഏതിൽ കൂടാണ്, ലിസ്റ്റ് എന്ന് പറഞ്ഞ് നമ്മുടെ അറേ ലിസ്റ്റിൽ കൂടെ അല്ലേ ഐട്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഓരോന്നും എടുത്ത് ഈ സ്ട്രിങ് എസ്സിനകത്തോട്ട് വരും. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ആ എസ് അങ്ങ് പ്രിന്റ് ചെയ്താൽ മതി. എസ് ഇതിപ്പോൾ നമുക്ക് ഒരു ലൈനിൽ പ്രിന്റ് ചെയ്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ ഈ എല്ലാം കളഞ്ഞിട്ട് ഇവിടെ ഈ ജസ്റ്റ് സ്പേസ് കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ അതാ ABAABB മറ്റേ ഇല്ല ഒബ്ജക്റ്റ് മോഡലിലല്ലായിരുന്നു വരുന്നത്, 2 സ്ക്വയർ ബ്രാക്കറ്റിനകത്തായിരുന്നു ലിസ്റ്റ് പ്രിന്റ് ചെയ്യുമ്പോൾ വരുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഐട്രേറ്റ് ചെയ്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏതിലാണോ ഐട്രേറ്റ് ചെയ്യേണ്ടത് അത് ഇവിടെ കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ അതിൻ്റെ ഡേറ്റ ടൈപ്പും എന്തെങ്കിലും ഒരു വേരിയബിളും, എന്നിട്ട് ഓരോ വട്ടം ആ വേരിയബിൾ പ്രിന്റ് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അറേ ലിസ്റ്റിൽ കൂടെ ഐട്രേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഈ ഫോർ ഈച്ച് യൂസ് ചെയ്തും ചെയ്യാം, പിന്നെ ഐറ്ററേറ്റർ യൂസ് ചെയ്തും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോ റെഡി കമൻറ്റ് ചെയ്താൽ മതി. താങ്ക് യു.